എല്ലാ കൂട്ടുകാരെയും എജു ഫേസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ബഷീർ ദിന ക്വിസിൻ്റെ പാർട്ട് 2 വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബഷീർ ദിന ക്വിസുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് നന്നായി പഠിക്കുക. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സ്കൂളിലൊക്കെ ബഷീർ ദിന ക്വിസിന് പങ്കെടുത്തിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. എല്ലാ ആളുകൾക്കും ഉന്നത വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇതിൻ്റെ പാർട്ട് 3 അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ 51ാമത്തെ ചോദ്യം ഇതാണ്: ബഷീറിൻ്റെ ആദ്യത്തെ കഥ ഏതാണ്? എൻ്റെ തങ്കം എന്നുള്ളതാണ്. ബഷീറിൻ്റെ ആദ്യത്തെ കഥ എൻ്റെ തങ്കം എന്നതാണ്. അപ്പോൾ ആ കഥ പഠിച്ചു വെക്കുക. എൻ്റെ തങ്കമാണ് ബഷീറിൻ്റെ ആദ്യത്തെ കഥ. അടുത്ത ചോദ്യം: എൻ്റെ തങ്കം ഏത് പ്രസിദ്ധീകരണത്തിലാണ് അച്ചടിച്ച് വന്നത്? ജയകേസരിയിൽ. ജയകേസരി എന്ന പ്രസിദ്ധീകരണത്തിലാണ് ബഷീറിൻ്റെ ആദ്യ കഥയായിട്ടുള്ള എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ച് വന്നത്. അപ്പം ബഷീറിൻ്റെ ആദ്യത്തെ കഥയാണ് എൻ്റെ തങ്കം. എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ച് വന്നത് ഏത് പ്രസിദ്ധീകരണത്തിലാണ്? ജയകേസരിയിലാണ്. ഇനി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകൻ അനീസ് കഥാപാത്രമായി വരുന്ന മലയാള നോവലാണ് സമുദ്രശില എന്ന് പറയുന്നത്. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകനാണ് അനീസ്, മകളുടെ പേര് ഷാഹിന എന്നാണ്. അപ്പം മകൻ അനീസ് കഥാപാത്രമായിട്ട് വരുന്നൊരു നോവലുണ്ട്. ആ നോവലിൻ്റെ പേര് സമുദ്രശില എന്നാണ്. അപ്പോൾ ഈ നോവൽ എഴുതിയത് ആരാണ്? സുഭാഷ് ചന്ദ്രനാണ്. മനുഷ്യനൊരാമുഖം എന്നൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട നോവൽ എഴുതിയിട്ടുള്ള സുഭാഷ് ചന്ദ്രനാണ് സമുദ്രശില എന്ന് പറയുന്ന ബഷീറിൻ്റെ മകൻ അനീസ് കഥാപാത്രമായിട്ട് വരുന്ന നോവൽ എഴുതിയത്. ഇനി ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്? സോജ രാജകുമാരി എന്ന് പറയുന്ന ഗാനമാണ്. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം സോജ രാജകുമാരി എന്ന് പറയുന്ന ഗാനം ആയിരുന്നു. ഏത് പേരിലാണ് ബാല്യകാല സഖി, ടുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന്, പാത്തുമ്മയുടെ ആട് എന്നീ കൃതികൾ ഒറ്റ പുസ്തകമായി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത്? അപ്പോൾ ബഷീറിൻ്റെ 3 പ്രധാനപ്പെട്ട കൃതികളാണ് ബാല്യകാല സഖി, ടുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന്, പാത്തുമ്മയുടെ ആട്. ഇത് 3ഉം ഒരൊറ്റ പുസ്തകമായിട്ട് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏത് പേരിലാണ് ഈ പുസ്തകങ്ങളൊക്കെ വിവർത്തനം ചെയ്യപ്പെട്ടത് എന്ന് ചോദിച്ചാൽ മീ ഗ്രാൻഡ് ഡാഡ് ഹാഡ് ആൻ എലഫൻറ്റ് എന്ന പേരിലാണ്. മീ ഗ്രാൻഡ് ഡാഡ് ഹാഡ് ആൻ എലഫൻറ്റ്, എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന് എന്ന ബഷീറിൻ്റെ അതേ ശൈലിയിലുള്ള ഒരു ഇംഗ്ലീഷ് ശൈലിയിലാണ് ഇതിൻ്റെ പേരുകളും അതുപോലെ തന്നെ ഇതിൻ്റെ വിവർത്തനമൊക്കെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് മീ ഗ്രാൻഡ് ഡാഡ് ഹാഡ് ആൻ എലഫൻറ്റ് എന്ന രീതിയിലുള്ള ഒരു പേര് അതിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക: ബാല്യകാല സഖി, ടുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന്, പാത്തുമ്മയുടെ ആട്. ഇത് 3ഉം ഒരു ഒറ്റ പേരിൽ പ്രസിദ്ധീകരണമായിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് മീ ഗ്രാൻഡ് ഡാഡ് ഹാഡ് ആൻ എലഫൻറ്റ് എന്നുള്ളതായിരുന്നു. ഇനി മീ ഗ്രാൻഡ് ഡാഡ് ഹാഡ് ആൻ എലഫൻറ്റ് എന്ന പേരിൽ ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ആളാരാന്നറിയോ? റൊണാൾഡ് ഇ ആഷറാണ്. RE ആഷർ എന്ന ചുരുക്കരൂപത്തിൽ അറിയപ്പെടുന്ന റൊണാൾഡ് ഇ ആഷറാണ് ബഷീറിൻ്റെ 3 പ്രധാനപ്പെട്ട കൃതികൾ മീ ഗ്രാൻഡ് ഡാഡ് ഹാഡ് ആൻ എലഫൻറ്റ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ആളെ പേര് പഠിച്ചു വെച്ചോ. എന്താണ്? റൊണാൾഡ് ഇ ആഷർ. എന്തായാലും ചോദിക്കും കേട്ടോ. ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം, ഒരു ഇന്ത്യൻ ഭാഷയിൽ ഒരു വിദേശി ഒരു ഇന്ത്യൻ എഴുത്തുകാരനെക്കുറിച്ച് രചിച്ച ആദ്യ പുസ്തകമാണ്. അപ്പം ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം എന്ന് പറയുന്നത് ഒരു വിദേശി മലയാളത്തിൽ രചിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പം ഒരു വിദേശി മലയാളത്തിൽ അഥവാ ഒരു ഇന്ത്യൻ ഭാഷയിൽ ഒരു ഇന്ത്യക്കാരനെ കുറിച്ച് എഴുതിയ പുസ്തകം എന്നൊരു പ്രത്യേകത കൂടെ ഇതിനുണ്ട്. അപ്പോൾ ആരാണ് ഈ പുസ്തകം എഴുതിയത്? റൊണാൾഡ് ഇ ആഷർ തന്നെയാണ്. ബഷീറിൻ്റെ കൃതികൾ മീ ഗ്രാൻഡ് ഡാഡ് ഹാഡ് ആൻ എലഫൻറ്റ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത റൊണാൾഡ് ഇ ആഷർ തന്നെയാണ് ബഷീറിനെ കുറിച്ച് മലയാളത്തിൽ ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം എന്ന് പറയുന്ന കൃതി രചിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം 58ാമത്തെ ചോദ്യമാണ്: ബഷീറിനെ വല്ലാതെ മുറിപ്പെടുത്തിയതും മലയാള സാഹിത്യ ലോകത്തൊരു കൊടുങ്കാറ്റായി മാറിയതുമായ പുസ്തകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉപ്പൂപ്പാൻ്റെ
കുയ്യാനകൾ എന്നുള്ളതാണ്. ബഷീർ കൃതികളെ വിമർശിച്ചുകൊണ്ട് രചിക്കപ്പെട്ട കൃതിയാണ് ഉപ്പൂപ്പാൻ്റെ കുയ്യാനകൾ. എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന് എന്ന പേരിൽ ബഷീർ ഒരു കൃതി രചിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ പ്രധാനമായിട്ടും വിമർശിച്ചുകൊണ്ട് ബഷീർ കൃതികളെ വിമർശിച്ചുകൊണ്ട് രചിക്കപ്പെട്ട പുസ്തകമാണ് ഉപ്പൂപ്പാൻ്റെ കുയ്യാനകൾ. അപ്പോൾ ഇത് ബഷീറിനെ വല്ലാതെ മുറിപ്പെടുത്തി, അദ്ദേഹത്തെ വേദനിപ്പിച്ചു. മലയാള സാഹിത്യ ലോകത്ത് വലിയൊരു കൊടുങ്കാറ്റായിട്ടുള്ള പുസ്തകമാണ് ഉപ്പൂപ്പാൻ്റെ കുയ്യാനകൾ. അപ്പോൾ നമുക്ക് നോക്കാം. ബഷീർ രചനകളെ നിശിതമായി വിമർശിച്ച് MP രഘുനാഥൻ രചിച്ച കൃതിയാണ് ഉപ്പൂപ്പാൻ്റെ കുയ്യാനകൾ. അപ്പോൾ ബഷീർ കൃതികളെ വിമർശിച്ചുകൊണ്ട് ഉപ്പൂപ്പാൻ്റെ കുയ്യാനകൾ എന്ന് പറഞ്ഞ കൃതി രചിച്ചതാരാന്ന് ചോദിച്ചാൽ പേര് പഠിച്ചു നോക്കുക, MP രഘുനാഥൻ. എന്താണ് പേര്? MP രഘുനാഥൻ. അപ്പോൾ MP രഘുനാഥനാണ് ബഷീർ കൃതികളെ വിമർശിച്ചുകൊണ്ട് ഉപ്പൂപ്പാൻ്റെ കുയ്യാനകൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചിട്ടുള്ളത്. 60ാമത്തെ ചോദ്യം. അക്കാലത്ത് ഈ പുസ്തകത്തിന് മറുപടിയായി EM അഷ്റഫ് രചിച്ച കൃതിയാണ് ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്ന് പറയുന്നത്. അപ്പം രഘുനാഥന് മറുപടിയായിട്ട് എഴുതിയ EM അഷ്റഫിൻ്റെ കൃതിയാണ് ബഷീറിൻ്റെ ഐരാവതങ്ങൾ. അപ്പോൾ ബഷീറിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് എഴുതപ്പെട്ട പുസ്തകമാണ് ബഷീറിൻ്റെ ഐരാവതങ്ങൾ. എഴുതിയതാരാണ്? EM അഷ്റഫാണ്. 61ാമത്തെ ചോദ്യം. ഭൂമിയിലുള്ള സർവ്വജീവജാലങ്ങളെയും സ്നേഹിക്കണമെന്ന ബഷീറിൻ്റെ തത്വശാസ്ത്രം ഉൾക്കൊള്ളുന്ന കഥ ഏതാണെന്ന് ചോദിച്ചാൽ ഭൂമിയുടെ അവകാശികൾ. ബഷീറിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഭൂമിയുടെ അവകാശികൾ. ലോകത്തുള്ള എല്ലാ ജീവികളും ഭൂമിയുടെ അവകാശികളാണ് എന്ന് ഈ കൃതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഭൂമിയിലുള്ള സർവ്വജീവജാലങ്ങളെയും സ്നേഹിക്കണമെന്ന ബഷീറിൻ്റെ തത്വശാസ്ത്രം ഉൾക്കൊള്ളുന്ന കഥയാണ് ഭൂമിയുടെ അവകാശികൾ. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതിയും ഏത് തന്നെയാണ്? ഭൂമിയുടെ അവകാശികൾ എന്ന കൃതിയാണ്. 63ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. പ്രശസ്ത കവി ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കൃതിയാണ് ഒഴിഞ്ഞ വീട് എന്നത്. അപ്പോൾ ഒഴിഞ്ഞ വീട് എന്ന് പറഞ്ഞാൽ ചങ്ങമ്പുഴയെക്കുറിച്ച് ബഷീർ എഴുതിയതാണ്. പ്രശസ്ത കവിയായിരുന്നു ചങ്ങമ്പുഴ. അദ്ദേഹത്തെ ചിത്രകാരനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ബഷീർ എഴുതിയിട്ടുള്ള കൃതിയാണ് ഒഴിഞ്ഞ വീട് എന്നത്. 64ാമത്തെ ചോദ്യമാണ്. മരിക്കുന്നതിന് മുൻപ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീർ കൃതിയാണ് തേന്മാവ്. അപ്പോൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീറിൻ്റെ ഒരു കൃതിയുണ്ട്. ആ കൃതിയുടെ പേരാണ് തേന്മാവ്. അപ്പോൾ മാവിനാണ് വെള്ളം ഒഴിക്കുന്നത്, അതുകൊണ്ട് ആ പേര് ഓർത്തു വെക്കാൻ വളരെ സുഖമായിരിക്കും. എന്താണ്? തേന്മാവ് എന്നാണ് ആ കൃതിയുടെ പേര്. അടുത്ത ചോദ്യം. ചോദ്യോത്തര രൂപത്തിൽ രചിച്ചിട്ടുള്ള ബഷീർ കൃതിയാണ് നേരും നുണയും. നേരും നുണയും എന്നുള്ളത് ചോദ്യോത്തര രൂപത്തിൽ രചിച്ചിട്ടുള്ള ബഷീറിൻ്റെ കൃതിയാണ്. അപ്പോൾ ചോദ്യോത്തര രൂപത്തിൽ രചിച്ച ബഷീർ കൃതിയാണ് നേരും നുണയും. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ആരെ കാണാൻ വേണ്ടിയാണ്? ഗാന്ധിജിയെ കാണാൻ വേണ്ടിയാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ബഷീർ ഗാന്ധിജിയെ കാണാൻ വേണ്ടി ഒളിച്ചോടിയത്. അങ്ങനെ അദ്ദേഹം ഗാന്ധിയെ തൊടുകയും ഗാന്ധിയെ തൊട്ടേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയുന്ന രംഗങ്ങളൊക്കെ അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ബഷീർ വീട്ടിൽ നിന്നും ഗാന്ധിജിയെ കാണാൻ വേണ്ടി ഒളിച്ചോടിയത്. ബഷീറിൻ്റെ ആദ്യ നോവൽ ഏതാണ്? ജീവിത നിഴൽപ്പാടുകൾ. ബഷീറിൻ്റെ ആദ്യത്തെ നോവൽ ജീവിത നിഴൽപ്പാടുകൾ എന്നുള്ളതാണ്. ജയിൽ മോചിതനായ ശേഷം ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളാണ് സർക്കിൾ ബുക്ക് സ്റ്റാൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം ബഷീറിൻ്റെ ബുക്ക് സ്റ്റാൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയാണ്? എറണാകുളത്ത് ബഷീർ സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിൻ്റെ പേരാണ് സർക്കിൾ ബുക്ക് സ്റ്റാൾ എന്നത്. പട്ടം താണു പിള്ളയെ പരിഹസിച്ച് ബഷീർ എഴുതിയ ഏകാംഗ നാടകമാണ് പട്ടത്തിൻ്റെ പേക്കിനാവ്. പട്ടം താണു പിള്ളയെ പരിഹസിച്ചുകൊണ്ട് ബഷീർ എഴുതിയ ഏകാംഗ നാടകമാണ് പട്ടത്തിൻ്റെ പേക്കിനാവ്. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലും കേരള ചരിത്രത്തിലൊക്കെ വളരെ നിർണായകമായ പങ്ക് വഹിച്ചുള്ളൊരു വ്യക്തിയാണ് പട്ടം താണു പിള്ള. അപ്പോൾ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് ബഷീർ എഴുതിയ ഏകാംഗ നാടകമാണ് പട്ടത്തിൻ്റെ പേക്കിനാവ്. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ബഷീർ ഒരേയൊരു നാടകമേ രചിച്ചിട്ടുള്ളൂ. അതിൻ്റെ പേരെന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബഷീർ രചിച്ച ഏക നാടകം ഏതാണ് എന്നത് അറിയുന്ന ആളുകൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ.
ഇനി 70ാമത്തെ ചോദ്യം, ബഷീറിൻ്റെ ജന്മശതാബ്ദി ആചരിച്ച വർഷം ഏതാണ്? 2018. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1918 ബഷീർ ജനിച്ചിട്ടുള്ളത്. ബഷീറിൻ്റെ ജന്മശതാബ്ദി ആചരിച്ച വർഷം 2018. ഓർത്തു വെക്കുക, 2018. ബഷീറിനെ കുറിച്ച് കിളിരൂർ രാധാകൃഷ്ണൻ എഴുതിയ കൃതിയാണ് ഇമ്മിണി ബല്യ ഒരു ബഷീർ എന്നത്. ഇമ്മിണി ബല്യ ഒരു ബഷീർ എന്നത് ബഷീറിനെ കുറിച്ച് കിളിരൂർ രാധാകൃഷ്ണൻ എഴുതിയ കൃതിയാണ്. അപ്പം ഇമ്മിണി ബല്യ ഒരു ബഷീർ എന്നത് എഴുതിയതാരാന്ന് പഠിച്ചു നോക്കുക. കിളിരൂർ രാധാകൃഷ്ണൻ. എന്താണ് പേര്? കിളിരൂർ രാധാകൃഷ്ണനാണ് എഴുതിയത്. കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് കിളിരൂർ രാധാകൃഷ്ണൻ രചിച്ച ബാലസാഹിത്യ കൃതിയാണ് ഒരിടത്തൊരു സുൽത്താൻ എന്നത് ബഷീറിനെ കുറിച്ച് കുട്ടികൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ആരെഴുതിയതാണ്? കിളിരൂർ രാധാകൃഷ്ണൻ എഴുതിയതാണ്. കിളിരൂർ രാധാകൃഷ്ണനാണ് ഒരിടത്തൊരു സുൽത്താൻ എന്ന പേരിൽ ബഷീറിനെ കുറിച്ച് ബാലസാഹിത്യ കൃതി എഴുതിയിട്ടുള്ളത്. 73ാമത്തെ ചോദ്യം, 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ടതാരാണ്? ബാലാമണി അമ്മയാണ്. 1993 ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിക്കുന്നത്. അന്ന് ബഷീറിൻ്റെ കൂടെ ഈ പുരസ്കാരം പങ്കിട്ടതാരാണ്? ബാലാമണി അമ്മയാണ്. പേര് പഠിച്ചു വെക്കുക, ബാലാമണി അമ്മയാണ് 1993 ബഷീറിൻ്റെ കൂടെ വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ടത്. അടുത്ത ചോദ്യം ഇതാണ്, ബഷീർ തൻ്റെ ദുരന്തം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ നർമ്മം കലർത്തി വിവരിച്ചിട്ടുള്ള കഥയാണ് ജന്മദിനം. ബഷീർ തൻ്റെ ദുരന്തം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ നർമ്മം കലർത്തി വിവരിച്ചിട്ടുള്ള കഥയാണ് ജന്മദിനം എന്ന കഥ. ബാല്യകാല സഖിക്ക് അവതാരിക എഴുതിയതാരാണ്? MP പോളാണ്. ബഷീറുമായിട്ട് വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ച ഒരു വ്യക്തി കൂടിയാണ് MP പോള്. ബാല്യകാല സഖിക്ക് അവതാരിക എഴുതിയ വ്യക്തിയാണ് MP പോൾ. MP പോളാണ് ബാല്യകാല സഖിക്ക് അവതാരിക എഴുതിയത്. തൻ്റെ ഒരു സഹപ്രവർത്തകനെ കുറിച്ച് ഒരു ഗ്രന്ഥം ബഷീർ രചിച്ചിട്ടുണ്ട്. ആരെക്കുറിച്ചാണ് എഴുതിയത്? MP പോളിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബാല്യകാല സഖിക്ക് അവതാരിക എഴുതിയത് MP പോളാണ്. ആ MP പോളിനെ കുറിച്ച്, അഥവാ തൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള MP പോളിനെ കുറിച്ച് ബഷീർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്. അപ്പോൾ തൻ്റെ ഏത് സഹപ്രവർത്തകനെ കുറിച്ചാണ് ബഷീർ ഒരു ഗ്രന്ഥം രചിച്ചത് എന്ന് ചോദിച്ചാൽ പറയാം MP പോളിനെ കുറിച്ചാണ്. ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഒരേടാണിത്, വാക്കിൽ ചോര പൊടിഞ്ഞിരിക്കുന്നു എന്ന് MP പോൾ വിശേഷിപ്പിച്ച ബഷീർ കൃതിയാണ് ബാല്യകാല സഖി. അപ്പോൾ നമ്മൾ പറഞ്ഞു ബാല്യകാല സഖിയുടെ അവതാരിക എഴുതിയത് MP പോളാണ്. MP പോൾ എന്ന തൻ്റെ സഹപ്രവർത്തകനെ കുറിച്ച് ബഷീർ ഒരു കൃതി രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ MP പോള് ബഷീറിൻ്റെ കൃതിയെക്കുറിച്ച് പറയാണ്, ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഒരേടാണിത്, വാക്കിൽ ചോര പൊടിഞ്ഞിരിക്കുന്നു എന്നത്. അപ്പോൾ MP പോള് ഏത് കൃതിയെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ബാല്യകാല സഖിയെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത്. മണ്ടൻ മുത്തപ്പ എന്ന കഥാപാത്രമുള്ള ബഷീറിൻ്റെ കൃതിയാണ് മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്നത്. മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്നത് മണ്ടൻ മുത്തപ്പ, മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ എന്നത്. ബഷീറിൻ്റെ ഭാര്യയും സാഹിത്യകാരിയുമായിട്ടുള്ള ഫാബി ബഷീറിൻ്റെ ആത്മകഥയാണ് ബഷീറിൻ്റെ എടിയെ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫാബി ബഷീറാണ് ബഷീറിൻ്റെ പത്നി, ഫാത്തിമ ബീവി എന്നാണ് അവരുടെ യഥാർത്ഥ പേര്. അപ്പോൾ ഈ ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേരാണ് ബഷീറിൻ്റെ എടിയെ എന്നുള്ളത്. ബഷീറിൻ്റെ എടിയെ എന്നുള്ളതാണ് ബഷീറിൻ്റെ പത്നിയായിരുന്ന ഫാബി ബഷീറിൻ്റെ ആത്മകഥ. ബഷീറിൻ്റെ ആകാശങ്ങൾ ആരുടെ കൃതിയാണ്? പെരുമ്പടവം ശ്രീധരൻ്റെതാണ്. പെരുമ്പടവം ശ്രീധരനാണ് എഴുതിയത് ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന് പറയുന്ന കൃതി എഴുതിയത്. പേര് പഠിച്ചു വെക്കുക, പെരുമ്പടവം ശ്രീധരനാണ് ബഷീറിനെ കുറിച്ച് ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന് പറയുന്ന കൃതി രചിച്ചിട്ടുള്ളത്. ബഷീറിൻ്റെ ഒരു കഥയുടെ പേരാണ് ശശിനാസ്. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ വിടർന്ന പുഷ്പം എന്നുള്ളതാണ്. ബഷീറിൻ്റെ ഒരു കഥയുടെ പേരാണ് ശശിനാസ് എന്ന് പറയുന്നത്. ആ ശശിനാസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ വിടർന്ന പുഷ്പം. ഇനി 82ാമത്തെ ചോദ്യം, ബഷീറിൻ്റെ സർപ്പയജ്ഞം എന്ന കൃതി ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ബാലസാഹിത്യത്തിൽപ്പെടുന്നവയാണ്. സർപ്പയജ്ഞം എന്ന ബഷീറിൻ്റെ കൃതി ബാലസാഹിത്യം എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ സർപ്പയജ്ഞം ബാലസാഹിത്യ വിഭാഗത്തിൽപ്പെടുന്ന ബഷീർ കൃതിയാണ്. ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോവുകയാണ്. നീ മാത്രം.
ബഷീറിൻ്റെ ഏത് ചെറുകഥയാണ് ഇങ്ങനെ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നത്? അനർഘ നിമിഷങ്ങൾ. അനർഘ നിമിഷങ്ങൾ എന്നതാണ് ഈ രീതിയിൽ അവസാനിക്കുന്നത്. അപ്പം ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായിട്ട് അവശേഷിക്കാൻ പോവുകയാണ്. നീ മാത്രം എന്ന് ആരംഭിക്കുകയും തുടങ്ങുകയും ചെയ്യുന്ന ബഷീറിൻ്റെ കൃതിയാണ് അനർഘ നിമിഷങ്ങൾ. ബാല്യകാല സഖി അറബിയിലേക്ക് മൊഴിമാറ്റിയതാരാണ്? മലയാളിയായിട്ടുള്ള സുഹൈൽ അബ്ദുൽ ഹക്കീം വാഫിയാണ്. മലയാളിയായിട്ടുള്ള സുഹൈൽ അബ്ദുൽ ഹക്കീം വാഫിയാണ് ബാല്യകാല സഖി അറബിയിലേക്ക് മൊഴിമാറ്റിയത്. ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ബന്ധമുണ്ടായിരുന്നൊരു മരമുണ്ട്. ആ മരം ഏതാണ്? മാംഗോസ്റ്റിനാണ്. ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു മരമായിരുന്നു മാംഗോസ്റ്റിൻ. ഞാൻ തനിച്ച് പറമ്പിലെ മരത്തണലിൽ ആണ്. ഈ മരം ഞാൻ നട്ടുപിടിപ്പിച്ചതാണ്. ഇതിൻ്റെ ഇലകളും കൊമ്പുകളും കാരുണ്യത്തോടെ എനിക്ക് തണൽ നൽകുന്നു. ഇതെനിക്ക് മധുരമുള്ള പഴങ്ങളും തരും. ഏതു മരത്തെക്കുറിച്ചാണ് ബഷീർ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ മാംഗോസ്റ്റിനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബഷീറിൻ്റെ ജീവിതത്തിലും അതുപോലെ തന്നെ സാഹിത്യത്തിലും വളരെ നിർണായകമായിട്ടുള്ള ഒരു റോള് വഹിച്ചിട്ടുള്ള മരമാണ് മാംഗോസ്റ്റിൻ. അപ്പോൾ ആ മാംഗോസ്റ്റിനെ കുറിച്ചാണ് ബഷീർ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. 87ാമത്തെ ചോദ്യമാണ്, ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം ഏത് പേരിലാണ് പ്രസിദ്ധീകരിച്ചത്? ഓർമ്മയുടെ അറകൾ. അപ്പോൾ ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഓർമ്മയുടെ അറകൾ എന്ന പേരിലാണ് പ്രസിദ്ധീകരിച്ചത്. ബഷീറിൻ്റെ ആത്മകഥാപരമായിട്ടുള്ള കൃതിയാണ് ഓർമ്മയുടെ അറകൾ. ഇനി ബഷീറിൻ്റെ ആത്മകഥ ഏതാണ് എന്ന് ചോദിച്ചാലും ഇത് തന്നെ പറയാം, ഓർമ്മയുടെ അറകൾ പറയാം. ബഷീറിൻ്റെ ആത്മകഥ എന്ന രൂപത്തിൽ അദ്ദേഹം രചിച്ച കൃതിയാണ് ഓർമ്മയുടെ അറകൾ. അടുത്ത ചോദ്യം, ബഷീറിനെ കുറിച്ച് എൻ്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചതാരാണ്? ONV കുറുപ്പാണ്. ONV കുറുപ്പാണ് ബഷീറിനെ കുറിച്ച് എൻ്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചത്. ഇപ്പോൾ എൻ്റെ ബഷീർ എന്ന കവിത രചിച്ചതാരാണ്? ONV കുറുപ്പാണ്. ഇനി അതുപോലെ തന്നെ ഉമ്മ ഞാൻ ഗാന്ധിയെ തൊട്ടു. നമ്മൾ നേരത്തെ പറഞ്ഞു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഗാന്ധിജിയെ കാണാൻ വേണ്ടി ബഷീർ ഒളിച്ചോടുകയുണ്ടായി അല്ലേ? അങ്ങനെ ഒളിച്ചോടി ഗാന്ധിജിയെ തൊട്ട് തിരിച്ച് വന്നിട്ട് അദ്ദേഹം പറയാണ് ഉമ്മ ഞാൻ ഗാന്ധിയെ തൊട്ടു. ബഷീറിൻ്റെ പ്രശസ്തമായ വാക്യമാണിത്. ഗാന്ധിജി ഏത് സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ബഷീർ അദ്ദേഹത്തെ തൊട്ടത്? വൈക്കം സത്യാഗ്രഹം. 1924 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഗാന്ധിജി എത്തിയപ്പോഴാണ് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തെ തൊട്ടത്. ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഏതാണ്? ഉപ്പ് സത്യാഗ്രഹമാണ്. 1931 ഉപ്പ് സത്യാഗ്രഹത്തിലാണ് ആര് പങ്കെടുത്തത്? ബഷീർ ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്തത്. അപ്പോൾ ബഷീർ ഗാന്ധിയെ തൊട്ടത് വൈക്കം സത്യാഗ്രഹത്തിലാണ്. എന്നാൽ ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്തത് ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്ത സമരം ഏതാണെന്ന് ചോദിച്ചാൽ ഉപ്പ് സത്യാഗ്രഹമാണ്. അത് ബേപ്പൂര് നടന്ന ഉപ്പ് സത്യാഗ്രഹ സമരത്തിലാണ് ഗാന്ധിജിക്കൊപ്പം ബഷീർ എന്ത് ചെയ്തിട്ടുള്ളത്? പങ്കെടുത്തിട്ടുള്ളത്. ഇനി ബഷീറിനെ കുറിച്ച് എൻ്റെ ബഷീർ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥം രചിച്ചതാരാണ്? കൽപ്പറ്റ നാരായണനാണ്. ബഷീറിനെ കുറിച്ച് എൻ്റെ ബഷീർ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥം രചിച്ചതാരാണ്? കൽപ്പറ്റ നാരായണൻ. ബഷീറിനെ കുറിച്ച് എൻ്റെ ബഷീർ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥം നടത്തിയത് കൽപ്പറ്റ നാരായണൻ. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്ന ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ്. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്ന ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഇമ്മിണി വല്യ ഒന്ന്, ഇത് ഏത് കൃതിയിലെ വാക്യമാണ്? ബാല്യകാല സഖിയിലെ വാക്യമാണ്. ഇമ്മിണി വല്യ ഒന്ന് എന്നത് ബാല്യകാല സഖിയിലെ വാക്യമാണ്. ഓർത്ത് നോക്കുക, ഇമ്മിണി വല്യ ഒന്ന് എന്നത് ബാല്യകാല സഖിയിലെ വാക്യമാണ്. ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം പിന്നീട് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ പുസ്തകം? ചെവിയോർക്കുക അന്തിമ കാഹളം. അപ്പം ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം പിന്നീട് ഒരു പുസ്തകമായിട്ടുണ്ട്. ഏത് പ്രഭാഷണമാണ് പിന്നീട് പുസ്തകമായത്? ചെവിയോർക്കുക അന്തിമ കാഹളം എന്ന പേരിലാണ് ബഷീറിൻ്റെ ഒരു പ്രഭാഷണം പുസ്തകമായിട്ട് മാറിയിട്ടുള്ളത്. ബഷീറിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം ഏതാണ്? 1981. ബഷീറിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം 1981. അപ്പോൾ നേരത്തെ നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണെന്നുള്ളത്. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണെന്നുള്ളത് അറിയുന്ന ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണെന്നുള്ളത് അറിയുന്ന ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യാം.
എം.എൻ. കാരശ്ശേരി എഴുതിയ ബഷീറിനെ കുറിച്ചുള്ള കാവ്യത്തിൻ്റെ പേരെന്താണ്? ബഷീർ മാല. ബഷീറിനെ കുറിച്ച് ബഷീർ മാല എന്ന കാവ്യം എഴുതിയത് എം.എൻ. കാരശ്ശേരിയാണ്. എം.എൻ. കാരശ്ശേരിയാണ് ബഷീറിനെ കുറിച്ച് ബഷീർ മാല എന്ന കാവ്യം എഴുതിയത്. ബഷീറിൻ്റെ ബാലസാഹിത്യ കൃതി ഏതാണ്? സർപ്പയജ്ഞം. അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സർപ്പയജ്ഞമാണ് ബഷീറിൻ്റെ ബാലസാഹിത്യ കൃതി. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? പത്മശ്രീയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇതൊരു ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരമാണ് പത്മശ്രീ പുരസ്കാരം. ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? 1982 1982 ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. 100ാമത്തെ ചോദ്യം ഏതാണ്? ബഷീറിൻ്റെ ചരമദിനം എന്നാണ്? ജൂലൈ 5 ജൂലൈ 5 ബഷീറിൻ്റെ ചരമദിനം. അപ്പോൾ ഈ 100 ചോദ്യങ്ങളോടുകൂടെ 2ാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഒരു പാർട്ട് കൂടിയാണ് ബാക്കി വരാനുള്ളത്. ആ 3ാമത്തെ പാർട്ട് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് 1, 2 ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ നമ്മളൊരു ബഷീർ ക്വിസ് നടത്തുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസൊക്കെ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കുക. സമ്മാനത്തിന് വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 3ാമത്തെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.